ത്രെഷോൾഡിംഗ്. ഇന്റൻസിറ്റി ത്രെഷോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു ഒബ്ജക്റ്റിനെ അതിന്റെ ബ്രൈറ്റ്നസിന്റെ ബേസിസിൽ സെപ്പറേറ്റ് ചെയ്തതിനെയാണ് എന്ത് പറയാ? ഇന്റൻസിറ്റി ത്രെഷോൾഡിംഗ്. ഇപ്പൊ നമ്മളൊരു ഇമേജ് എടുക്കുകയാണ്. ആ ഇമേജിൽ എഫ് ഓഫ് എക്സ് കൊമ വൈ എഫ് ഓഫ് എക്സ് കൊമ വൈ അതിന്റെ ഇന്റൻസിറ്റി അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഡാർക്ക് ടു ലൈറ്റ് വരെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആ ഇമേജില് ഒരു ലൈറ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. അതായത് ഒരു ഡാർക്ക് ഒബ്ജക്റ്റിലാണ് ആ ലൈറ്റ് ഒബ്ജക്റ്റ് ഉള്ളതെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? ആ ലൈറ്റ് ഒബ്ജക്റ്റിനെ വെച്ചിട്ട് നമുക്ക് അതിന്റെ ബ്രൈറ്റ്നസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോ ഇതിനർത്ഥം എന്താ? മീനിങ് ദ ഒബ്ജക്ട് ആർ ബ്രൈറ്റർ ദാൻ ദി ബാക്ക്ഗ്രൗണ്ട്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിനാട്ടിക്കും ബ്രൈറ്റർ ആണ്. അപ്പൊ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പൊ ഇന്റൻസിറ്റി മോഡ്സിൽ എന്താ പറയണത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പിക്സൽ ഇന്റൻസിറ്റി വാല്യൂ രണ്ട് ഡൊമിനന്റ് മോഡ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ ഫസ്റ്റത്തെ മോഡ് റെപ്രസെന്റ് ചെയ്യണത് ബാക്ക്ഗ്രൗണ്ട് പിക്സലിനെ ബാക്ക്ഗ്രൗണ്ട് പിക്സലിന്റെ ഇന്റൻസിറ്റി വാല്യൂ ആണ് റെപ്രസെന്റ് ചെയ്യണത്. അതേപോലെ അടുത്ത മോഡ് എന്തിനാ റെപ്രസെന്റ് ചെയ്യണത്? ആ ഒബ്ജക്റ്റ് പിക്സലിന്റെ ഇന്റൻസിറ്റി വാല്യൂവിനെയാണ് റെപ്രസെന്റ് ചെയ്യണത്. ഇപ്പൊ നമുക്ക് ആ ഒബ്ജക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ത്രെഷോൾഡ് വാല്യൂ ചൂസ് ചെയ്യാണ് ടി ആയിട്ട്. ഇപ്പൊ ടി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇന്റൻസിറ്റി വാല്യൂ രണ്ട് ഗ്രൂപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഒന്ന് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടും ഒന്ന് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ടും. ഓക്കെ. ഇപ്പൊ നമ്മള് ആ ഇമേജിൽ ഒരു പിക്സല് എക്സ് കോമ വൈ എന്ന് പറയുന്നത് അതിന്റെ ഇന്റൻസിറ്റി വാല്യൂ ത്രെഷോൾഡ് വാല്യൂവിനാട്ടിക്കും ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അതിനെ നമ്മൾ എന്താക്കും? ഒബ്ജക്റ്റ് പോയിന്റ് ആയിട്ട് എടുക്കും. അതേപോലെ ഇനിയിപ്പോ ലെസ് ദാൻ ആണെങ്കിൽ അതിനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പോയിന്റ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യും. ഗ്ലോബൽ ത്രെഷോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക്ക് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ നിന്നിട്ട് അതിനെ ഒബ്ജക്റ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ഏഹ് അതെങ്ങനെ? ഒരു സിംഗിൾ ത്രെഷോൾഡ് വാല്യൂ ആ ഈ മൊത്തത്തിലുള്ള ഇമേജിന് നമ്മൾ എന്ത് ചെയ്യണു? അപ്ലൈ ചെയ്തിട്ട് മൊത്തത്തിലുള്ള ഇമേജിന് ഒരു സിംഗിൾ ത്രെഷോൾഡ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒബ്ജക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് എന്ത് പറയാ? ഗ്ലോബൽ ത്രെഷോൾഡിംഗ് എന്ന് പറയാം. അപ്പൊ അതിന്റെ കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബൈ മോഡൽ ഇമേജും ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് എന്നുമാണ്. അപ്പൊ ഈ ബൈ മോഡൽ ഇമേജില് രണ്ട് ഡിസ്റ്റിങ് പീക്ക് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ടിൽ ആക്കും. അപ്പൊ ഇതിന്റെ വൺ പീക്ക് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒബ്ജക്റ്റ് പിക്സലിന്റെ ഇന്റൻസിറ്റി വാല്യൂ. മറ്റേ പീക്ക് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് പിക്സലിന്റെ ഇന്റൻസിറ്റി വാല്യൂ ആക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. ഈ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് എന്നുള്ളത് എത്ര ഇന്റൻസിറ്റി വാല്യൂ ആണ് ഒരു ഇമേജിൽ ഫ്രീക്വന്റ്ലി നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയണത്. ഇപ്പൊ ഫോർ എ ബൈ മോഡൽ ഇമേജിൽ രണ്ട് പ്രൊമിനന്റ് പീക്ക് ഉണ്ടാവും. വണ്ണ് മറ്റേ ഒബ്ജക്റ്റിനും മറ്റേത് ബാക്ക്ഗ്രൗണ്ടിനും. ഇപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്കൊരു ഇമേജിൽ നിന്ന് രണ്ട് പീക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിസ്റ്റോഗ്രാം അപ്ലൈ ചെയ്യും. ഇപ്പൊ നമ്മൾ രണ്ട് പീക്കായിട്ട് നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പീക്കിന്റെ ഇടയിലായിട്ട് നമ്മൾ ത്രെഷോൾഡ് വാല്യൂ ടി സെറ്റ് ചെയ്യും. ഇപ്പൊ ഈ കിട്ടിയ ത്രെഷോൾഡ് വാല്യൂ ടി എന്നുള്ളത് നമ്മൾ എല്ലാ വാല്യൂലും നമ്മൾ അപ്ലൈ ചെയ്യും. എല്ലാ പിക്സലിലും അപ്ലൈ ചെയ്യും. ഇപ്പൊ നമുക്ക് ഈ ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അല്ല ലെസ് ദാൻ ആണെങ്കിൽ അതിനെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഇമേജ് എടുക്കുകയാണ്. അപ്പൊ അതിന്റെ പിക്സൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 0 to 255 വരെയാണ്. അപ്പൊ അതിന്റെ ഹിസ്റ്റോഗ്രാം നമുക്ക് രണ്ട് പീക്ക് നമുക്ക് ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഇന്റൻസിറ്റി 50 ബാക്ക്ഗ്രൗണ്ട് 50 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അനദർ ഇപ്പൊ 200 ആയിട്ട് ഒബ്ജക്റ്റിന് എടുക്കുന്നു. അപ്പൊ നമ്മളൊരു ത്രെഷോൾഡ് എന്ന് പറയുന്നത് നമ്മൾ 125 അടുത്ത്, അതായത് 200 250/2 125 ആ ഒരു രീതിയൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇപ്പൊ 125 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനെ ഒബ്ജക്റ്റ് പോയിന്റ് ആക്കിയിട്ട് എടുക്കും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് വൈറ്റിനെ നമ്മൾ ബൈനറി ഇമേജ് ആക്കുക എന്നുള്ളത്. ഇപ്പൊ ഇന്റൻസിറ്റി വാല്യൂ ലെസ് ദാൻ 125 ആണെങ്കിൽ അതിന് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആക്കുകയും
ആ മറ്റേ സെറ്റ് ടു ബ്ലാക്ക് ഇൻടു ബൈനറി ഇമേജ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലിസിറ്റി, ഈസി ടു ഇംപ്ലിമെന്റ് ഒക്കെയാണ്, നല്ല എഫിഷ്യന്റ് ആണ്, എഫക്റ്റീവ് ഫോർ ബൈ മോഡൽ ഇമേജസ്. ഇപ്പോൾ ഒരു നല്ല ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ഉണ്ടെങ്കിൽ അതിന് ഒബ്ജക്റ്റിനെയും ബാക്ക്ഗ്രൗണ്ടിനെയും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ അതിന്റെ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഇമേജിന് അതിന് തോന്നിയ പോലെ ലൈറ്റിങ്ങും ഷാഡോസും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്റൻസിറ്റി വാല്യൂ എന്താവും? അത് ഡിസ്റ്റിങ്ക്ട്ലി ബൈമോഡൽ ആവില്ല. പിന്നെ ഈ സിംഗിൾ ത്രെഷോൾഡ് ടി എന്ന് പറയണത് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒബ്ജക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുക എപ്പോഴും എഫക്റ്റീവ് ആവണമെന്നില്ല.